നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. തൃശൂർ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മന്ത്രി കെ രാജൻ ആദരിച്ചു. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം വെള്ളാനിക്കര കാർഷിക സർവകലാശാല സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പഞ്ചായത്ത് റിഹാബിലിറ്റേഷൻ സെന്ററിന് ലഭിച്ച വാഹനത്തിന്റെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്ത പാണഞ്ചേരി പഞ്ചായത്തിനെതിരെ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി എടപ്പലം PHCക്ക് മുൻപിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മന്ത്രി കെ രാജൻ ആദരിച്ചു. 2023-24 അധ്യയന വർഷത്തിൽ ഏറ്റവുമധികം വിദ്യാർത്ഥികളെ SSLC പരീക്ഷയ്ക്കിരുത്തി 100% വിജയം കരസ്ഥമാക്കി തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ സർക്കാർ സ്കൂളുകളിൽ 1ാം സ്ഥാനം നേടി അഭിമാനമായി മാറിയ പ്രതിഭകളെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും PTA ഭാരവാഹികൾക്കും ആദരം സംഘടിപ്പിച്ചു. +2 പരീക്ഷ എഴുതിയ 235 വിദ്യാർത്ഥികളിൽ ഫുൾ A+ 23 പേർക്കുണ്ടായിരുന്നു. SSLC പരീക്ഷ എഴുതിയ 184 വിദ്യാർത്ഥികൾ 100% വിജയം നേടി. വിവിധ മേഖലകളിൽ വിദ്യാർത്ഥികൾ പട്ടിക്കാട് ഗ്രാമീണ വായനശാല എൻഡോമെന്റുകൾ നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ വായനോത്സവത്തിൽ പുരസ്കാരം നേടിയ കുട്ടികളെ പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അനുമോദിച്ചു. വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ ET ജലജൻ, KV അനിത, സുബൈദ അബൂബക്കർ, രമ്യ ആദി ജോയ്, രാജേഷ് വിജു വർഗീസ്, SSG ചെയർമാൻ PV സുദേവൻ എന്നിവരും സംസാരിച്ചു. ഡോക്ടർമാർ 8 മണിക്കൂർ വിനോദവും 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ ജോലിയും ഇല്ലാതെ 24 മണിക്കൂറും പഠന ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഡോക്ടർമാർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തിന് സമ്മാനിച്ച AI അനുഭവങ്ങളാണ്. AI എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാൽ ലോകത്തിന്റെ പുതിയ യുഗമാണ്. അവർക്ക് അസാധ്യമെന്ന് ലോകം തീരുമാനിച്ച എല്ലാ പ്രക്രിയയും ചെറിയ നേരം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന വിധത്തിലെ വിവര സാങ്കേതിക വിദ്യ ലോകത്ത് വിപ്ലവകരമായ വിസ്ഫോടനത്തിന്റെ വഴികളിലൂടെ കടന്നുപോയി കഴിഞ്ഞു. AI നമുക്ക് ഒരു അത്ഭുതമല്ല. AIക്ക് നാളെ ഒരു PP രവീന്ദ്രനെയോ, നാളെ ഒരു രമ്യ രാജേഷിനെയോ, നാളെ ഒരു സുബൈദയെയോ, നാളെ ഒരു ആനി ചേച്ചിയെയോ, നാളെ ഒരു HM-നെയോ ഒരു പ്രിൻസിപ്പാളിനെയോ ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. ഞാൻ പണ്ടാലോചിച്ചിട്ടുണ്ട്, ഈ ഒല്ലൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഭീകരമായ ഒരു മണ്ഡലവും നമ്മുടെ ജില്ലയിലെ കേരളത്തിൽ തന്നെ അപൂർവമാണ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം സർവകലാശാല വെള്ളാനിക്കര സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് N ഗോപകുമാർ അധ്യക്ഷനായി. കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, മുൻ മന്ത്രി VS സുനിൽകുമാർ, TR രമേഷ് കുമാർ, CPI മണ്ഡലം സെക്രട്ടറി PD റെജി, ഡോക്ടർ V തുളസി, SN ഷിബു, ജനറൽ സെക്രട്ടറി VO ജോയ്, CV പൗലോസ് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ M കൃഷ്ണദാസ് സ്വാഗതവും ഡോക്ടർ ശ്രീദയ നന്ദിയും അറിയിച്ചു. മുൻമന്ത്രിയും ഒരു കുന്നിൻ്റെ
ഘടന എന്താണെന്ന് അറിയാതെ, അവിടുത്തെ മണ്ണിൻ്റെ ബലമറിയാതെ, എത്രമാത്രം ലോലമാണെന്ന് മനസ്സിലാക്കാതെ വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ദുർബലമായ ഭൂഭാഗത്തെ കുന്നിൻ്റെ മേൽ കണ്ണും മൂക്കുമില്ലാതെ ഒന്നും ഒരു നോട്ടവും കൂടാതെ വെട്ടിയിറക്കിയതാണ്. കുത്തനെ ഇറക്കിയതാണ്, കുത്തനെ വെട്ടിയതാണ്. വെട്ടിയപ്പോൾ ഒന്നടങ്കം ഇടിഞ്ഞു വീഴുകയും ആ ഇടിഞ്ഞു വീണത് ആർക്കും പ്രവചിക്കാനാകാത്ത രൂപത്തിലായി. ഒരു പുഴ മുഴുവനും ഇരച്ച് കയറി. സുനാമി പോലെ ആ വെള്ളം വന്നപ്പോൾ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇതെല്ലാം അറിയാത്ത ശാസ്ത്രമാണ്. ഇതെല്ലാം നോക്കാത്ത വികസനമാണ്. മനുഷ്യൻ എത്ര കോടി കൊണ്ട് നിങ്ങൾ വികസനമുണ്ടാക്കി, ആ വികസനമെല്ലാം അടുത്ത മഴയിൽ കലങ്ങിപ്പോയില്ലേ? ഉണ്ടാക്കി വെച്ച എല്ലാ പണവും പ്രകൃതിയെ മനുഷ്യരെ ദ്രോഹിച്ചുകൊണ്ട് ഉണ്ടാക്കി വെച്ച പണം മുഴുവൻ കൊണ്ടുകൊണ്ട് വയ്ക്കുക, തുലാസിൻ്റെ തട്ടിൽ അത് വയ്ക്കുക. എന്നിട്ട് ആ വികസനം ഉണ്ടാക്കിയ ദുരന്തങ്ങൾ തീർക്കാൻ വേണ്ടി നാം ചിലവഴിച്ച പണം, ചിലവഴിക്കുന്ന പണം, ചിലവഴിക്കേണ്ട പണം അത് ഈ തട്ടിലും വയ്ക്കുക. നിങ്ങൾ അവിടെ നേടിയ നേട്ടങ്ങളെല്ലാം ഇവിടെ തീരുകയാണ്. തൃക്കൂർ പഞ്ചായത്തിലെ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ പുതിയതായി ലഭിച്ച വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജൻ നിർവഹിച്ചു. ചെറുവാൾക്കാരൻ ബ്രദേഴ്സാണ് വാഹനം സ്പോൺസർ ചെയ്തത്. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സ്നേഹദീപം മെഴുകുതിരിയുടെ വിപണോദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണം പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മേരിക്കുട്ടി വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഗിഫ്റ്റി ഡെയ്സൺ, ലിൻഡോ തോമസ്, മേഴ്സിസ് കറിയ, സൈമൺ നമ്പാടൻ, അനു പനങ്കൂടൻ, കോൺഗ്രസ് പ്രതിനിധി സന്ദീപ് കണിയത്ത്, CPM പ്രതിനിധി TM രാജേഷ്, CPI പ്രതിനിധി VK സുലൈമാൻ, കേരള കോൺഗ്രസ് M പ്രതിനിധി ജോർജ് താഴേക്കാടൻ, BJPയിൽ നിന്ന് ശ്രീനിവാസൻ, ജനതാദൾ S രാഘവൻ മുളങ്ങാടൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പ്രസന്ന ഷാജു, ICDS സൂപ്പർവൈസർ ആൻസി ജോസ്, പഞ്ചായത്ത് സെക്രട്ടറി MK ദിനേശ്, പൊതുപ്രവർത്തകൻ പ്രബനൻ ചുണ്ടേലപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ റിഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ വണ്ടി നമ്മുടെ ചെറുവാൾക്കാരൻ ബ്രദേഴ്സിൻ്റെ ഒരു ഏറ്റവും വലിയ ചിരകാലാഭിലാഷമായിരുന്നു ഈ സ്കൂളിൻ്റെ ഒരു വണ്ടി എന്നുള്ള സ്വപ്നം. ആ ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ ഇന്ന് എല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുകയാണ്. ആ വേദിയിലേക്ക് നമ്മുടെ അധ്യക്ഷൻ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അവർ, നമ്മുടെ വേദിയിൽ സഹകരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ. മഴക്കാല മുൻകരുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്ത പാണഞ്ചേരി പഞ്ചായത്തിന്റെ പിടിപ്പുകേടിനെതിരെയും പിണറായി സർക്കാർ ആരോഗ്യമേഖലയുടെ പോരായ്മയ്ക്കെതിരെയും മഹിളാ കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപദേശക സമിതി അംഗം ലീലാമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു. മഴക്കാലത്തിന് മുന്നോടിയായി നടത്തിവരാറുള്ള വാർഡുതല ശുചീകരണ പ്രവർത്തനങ്ങളിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കാണിച്ച അലംഭാവമാണ് ജനങ്ങൾക്കിടയിൽ ആരോഗ്യമേഖലയിൽ ഇത്രയധികം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ കാരണമെന്ന് ലീലാമ്മ തോമസ് പറഞ്ഞു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫസീല നിഷാദ് അധ്യക്ഷയായി. ജില്ലാ കോൺഗ്രസ് നിർവാഹക സമിതി അംഗം KC അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശകുന്തള ഉണ്ണികൃഷ്ണൻ, AC മത്തായി, പ്രവീൺ രാജു, ദീപ വാണിയമ്പാറ എന്നിവർ പങ്കെടുത്തു. പനിച്ചു വിറച്ചു നിൽക്കുന്ന പാണഞ്ചേരിയിലെ ജനങ്ങൾക്ക് മുടക്കമില്ലാത്ത ചികിത്സ ഉറപ്പുവരുത്തുക, ആവശ്യത്തിന് മരുന്ന് ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരം. ഡെങ്കിപ്പനി, അതുപോലെ തീരാവ്യാധികൾ തുടങ്ങിയ കേരളത്തിലെ ജനങ്ങൾ കഷ്ടത അനുഭവിക്കുമ്പോൾ അവർക്ക് നേരെ അനാസ്ഥ കാണിക്കുന്ന, അനങ്ങാപ്പാറ നയം ചെയ്യുന്ന, അനീതി കാണിക്കുന്ന LDF സർക്കാരിനെതിരെയാണ് പാണഞ്ചേരി മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ഈ സമരം നടത്തുന്നത്. അതുപോലെ നമുക്കറിയാം, മരുന്നിന് പോലും മരുന്നില്ലാത്ത അവസ്ഥ. ആ എടപ്പലം ആശുപത്രി ഉൾപ്പെടെ നമ്മുടെ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ഈ അവസ്ഥയുള്ളപ്പോൾ ഈ ദുരവസ്ഥ പരിഹരിക്കണമേ എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പകർച്ചവ്യാധികളാൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളിൽ മരുന്ന് ലഭ്യമാക്കണമേ എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ സമരം നടത്തുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം,
ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ എല്ലാം ശരിയാക്കാം. ഇപ്പോൾ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ കഷ്ടത അനുഭവിക്കാമോ അവർക്ക് ദുരിതപൂർണമായ ദിനങ്ങൾ നൽകിക്കൊണ്ടാണ് LDF സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത മേഖലകളെയും കമ്പിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതം മാത്രം നിരത്തി പോകുന്ന ഒരു സർക്കാർ. അവിടെ നമുക്ക് ആരോഗ്യ മേഖല നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ ഉള്ള പിണറായി സർക്കാരിൻ്റെ കാലത്തും ഉള്ള 2 ആരോഗ്യമന്ത്രിമാർ രണ്ടുപേരെയും ഒരേ നുഖത്തിൽ വെച്ച് കെട്ടാൻ പരുവത്തിനുള്ള 2 ആരോഗ്യമന്ത്രിമാർ. സൈബർ സുരക്ഷാ നിർദ്ദേശങ്ങൾ അവഗണിക്കാതെ തട്ടിപ്പുകാർക്കെതിരെ കരുതിയിരിക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. വർദ്ധിച്ചുവരുന്ന സൈബർ തട്ടിപ്പുകളെക്കുറിച്ചും ആഘാതത്തെക്കുറിച്ചും പ്രതിരോധിക്കാനുള്ള സുരക്ഷാ മാർഗത്തെക്കുറിച്ചും 1 മാസം മുൻപ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ IPS പത്രമാധ്യമങ്ങളിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും നിർദ്ദേശങ്ങൾ നൽകി. ധാരാളം മുന്നറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന് ചമഞ്ഞു വിളിക്കുന്ന തട്ടിപ്പ് രീതിയിലൂടെ സൈബർ ഫ്രോഡുകളുടെ ഇരകളാകുന്നുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസിന്റെയും ജില്ലാ പോലീസിന്റെയും സാമൂഹ്യ മാധ്യമ പോർട്ടലുകളിലൂടെയും പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും സൈബർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ചു. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. ക്ഷീരവികസന വകുപ്പിന്റെയും മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷകർക്കായി ക്ഷീരകർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. സംഘം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പിന്റെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ക്ഷീര കർഷക സമ്പർക്ക പരിപാടിയിൽ സംഘത്തിന്റെ പരിധിയിലുള്ള ക്ഷീര കർഷകർക്ക് ക്ഷീരവികസന രംഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതിനും കർഷകരുടെ പ്രായോഗികമായ അറിവുകൾ പങ്കുവയ്ക്കുന്നതിനും ക്ഷീര കർഷകരുടെ പ്രാദേശികമായ വിഷയങ്ങൾ മനസ്സിലാക്കി പരിഹാരം കണ്ടെത്തുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതികളെക്കുറിച്ച് ഒല്ലൂക്കര ക്ഷീരവികസന ഓഫീസർ K. ജയലക്ഷ്മി, ഒല്ലൂക്കര ഡയറി ഫാം ഇൻസ്പെക്ടർ സ്മൃതി വാസുദേവൻ എന്നിവർ ക്ലാസ് എടുത്തു.
ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി സാബു, സംഘം ഭരണസമിതി വൈസ് പ്രസിഡന്റ് ലളിത സദാനന്ദൻ, സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ എന്നിവർ സംസാരിച്ചു. എഴുതി നമ്മുടെ ഓഫീസിൽ സമർപ്പിക്കുന്ന രീതിയൊക്കെ കണ്ട് അങ്ങനെയാണോ ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ അറിയോ? ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയോ? നമ്മൾ ചെയ്യുന്നത് ഓൺലൈനാണ്. അപ്പൊ ഓൺലൈനായിട്ട് ചെയ്യുന്നത് ഏത് സോഫ്റ്റ്വെയർ മുഖേനയാണെന്ന് അറിയോ? നിങ്ങൾ എന്തിനെങ്കിലും അപ്ലൈ ചെയ്തിരുന്നോ? കഴിഞ്ഞ വർഷം നമ്മൾ ഡിപ്പാർട്ട്മെന്റിന്റെ ₹1 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? ₹1 വെച്ചിട്ട് ഏപ്രിൽ മാസത്തില് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ അളന്ന പാലിന് ₹1 വെച്ച് അത് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയത് ഈ ക്ഷീരശ്രീ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ മുഖേനയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കിട്ടിയിട്ടുള്ള ആരൊക്കെയാ കൈപ്പൊക്കിയത്? അക്കൗണ്ട് നോക്കാറുണ്ട് ആരെങ്കിലും? നോക്കിയിട്ടുണ്ട് അല്ലേ? നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. നിങ്ങൾ എല്ലാവരും ഈ സോഫ്റ്റ്വെയർ മുഖേനയാണ് ആ ₹1 നിങ്ങളുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തത്. അറിയോ അത്? അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങളുടെ കയ്യില്? ഒരു സ്മാർട്ട് ഐ ഡി ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്. അറിയോ? ഇവിടെ ഇപ്പൊ ഡേവിസിന്റെ അടുത്തായിരിക്കും ആ നമ്പറുകളൊക്കെ ഉണ്ടാവും അല്ലെ? നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ നമ്പറുകൾ? കേരള കർഷക സംഘം മണ്ണുത്തി ഏരിയ കൺവെൻഷൻ ഒല്ലൂക്കര സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ MM അവറാച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കാർഷിക മേഖലയെ സർവനാശത്തിലേക്ക് വലിച്ചിഴച്ച മോദി സർക്കാർ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പോരാട്ടത്തിൽ മാപ്പു പറയേണ്ടി വരികയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോയത് കർഷക സമരത്തിന്റെ വിജയമാണെന്നും നേതാക്കൾ പറഞ്ഞു. സെക്രട്ടറി സണ്ണി ചെന്നിക്കര, പ്രസിഡന്റ് ഫ്രാൻസിസ് താടിക്കാരൻ, PV ഗിരീഷ്, V ഗോപാലകൃഷ്ണൻ, PV രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ആവേശമുയർത്തി മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ മാനേജർ ഫാദർ പ്രിൻസ് നായങ്കര ദീപശിഖ തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപകൻ ബേബി TJ വിദ്യാർത്ഥികൾക്ക് ഒളിമ്പിക്സ് വിളംബര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PTA പ്രസിഡന്റ് TA അരോഷ് വിളംബര ജാഥയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സ്കൂൾ കായിക താരങ്ങൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്, റെഡ് ക്രോസ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ ഒളിമ്പിക്സ് ചിഹ്നത്തിൽ അണിനിരന്നുള്ള ദൃശ്യാവിഷ്കാരം ഉണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ വിളംബര റാലി മരോട്ടിച്ചാൽ, ആശാരിക്കാട്, ആലങ്ങാട്, കണ്ണാറ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. തുടർന്ന് കട്ടിംഗ് സെന്ററിൽ നിന്നും നടത്തിയ ഘോഷയാത്രയിൽ അധ്യാപകർ, PTA പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ കായിക അധ്യാപകൻ ജോജു CJ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പത്രികയിലെ ജോൺസൺ കെ ജോയ് വിരാമമായിക്കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് 30 കുട്ടികളെ കൊണ്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീശും. നമ്മുടെ സംസ്ഥാന സ്കൂളുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓക്കെ ഇനി 1924 100 വർഷത്തിന് ശേഷമാണ് 2024 അവിടെ വീണ്ടും ഒളിമ്പിക്സ് അരങ്ങേറുന്നത്. ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയണത്. കരയിലും കടലിലും ആകാശത്തിലും വിസ്മയ കാഴ്ചകൾ ഒരു 3-4 മണിക്കൂർ ഇന്നലെ ലൈവായിട്ട് 11 മണിക്കായിരുന്നു. ഇന്നലെ വൈകിട്ട് 11 മണിക്ക്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നും 117 പേര് പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പതാക അണിഞ്ഞത് ആരാ? അതായത് ഇന്ത്യയുടെ പതാക മാർച്ച് പാസ്റ്റിലെ പതാക പിടിച്ച് പോയത് സിന്ധു, ബാഡ്മിൻ്റൺ താരം സിന്ധു. ഒപ്പം തന്നെ ഒരാളുടെ ഉണ്ടായിരുന്നു TT താരം, അതായത് ടേബിൾ ടെന്നീസ് താരം അജാന്ത ശരത് കമൽ. ഇന്ത്യയുടെ പതാക ഏന്തിയവരാണ്. അപ്പം നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. നമുക്ക് ഒളിമ്പിക്സ് ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് മാമാങ്കം, മാനേജർ പറഞ്ഞ പോലെ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി പൂച്ചട്ടി AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചു.
ഒളിമ്പിക്സിന്റെ പ്രാധാന്യം കുട്ടികളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് PB ബബിത ദീപശിഖ പ്രയാണത്തിന് ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ സന്ധ്യ രാഘവൻ, ദീപ മനക്കുളം, പ്രീതി KV, വിദ്യാർത്ഥികളായ അഷിമ, അനന്യ, അമിത എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. 1999-ലെ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയത്തിനായി പരമോന്നത ത്യാഗം സഹിച്ച സൈനികരെ അനുസ്മരിച്ചുകൊണ്ട് തൃശൂർ കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഗിൽ വിജയ് ദിവസ് സമ്മേളനം സംഘടിപ്പിച്ചു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ ഫീൽഡ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 24 കേരള NCC ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു മുഖ്യപ്രഭാഷണം നടത്തി. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബ്ദു മനാഫ്, FPA അബ്ജിത് ഷേർ, അധ്യാപകരായ R രാജശ്രീ, A അബീദ, ശാലിനി R എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിനു ശേഷം ദേശീയ പതാക കൈകളിലേന്തി വിദ്യാർത്ഥികൾ മേജർ PJ സ്റ്റൈജുവിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിന പ്രതിജ്ഞ ചൊല്ലി. വടക്കാഞ്ചേരി പുഴപ്പാലത്തിനു സമീപത്തെ തട്ടുകടയിൽ നിന്ന് വാങ്ങിയ മുട്ട ബജിയിൽ നിന്നും ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി. എങ്കക്കാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രാകേഷ് വാങ്ങിയ മുട്ട ബജിയിൽ നിന്നാണ് പുഴുവിനെ കണ്ടത്. വടക്കാഞ്ചേരി പുഴപ്പാലത്തിനു സമീപമുള്ള തട്ടുകടയിൽ നിന്ന് പാഴ്സൽ വാങ്ങി വീട്ടിലെത്തി കുടുംബാംഗങ്ങളോടൊപ്പം കഴിക്കുന്നതിനിടയിലാണ് പുഴുവിനെ കണ്ടത്. കഴിഞ്ഞ രാത്രിയോടെയാണ് 10 മുട്ട ബജികൾ വാങ്ങി വീട്ടിലെത്തിയ രാകേഷ് പലഹാരങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നൽകിയത്. കുടുംബങ്ങളിലെ ചിലർ ആഹാരം കഴിക്കുകയും ചെയ്തു. തുടർന്ന് രാകേഷിന്റെ ഭാര്യ അനശ്വര കഴിക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയത്. നഗരത്തിലെ പല തട്ടുകടകളും ഹോട്ടലുകളും വളരെ വൃത്തിഹീനമായാണ് പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. നഗരസഭയോ ആരോഗ്യവകുപ്പോ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുന്നില്ലെന്നും ആരോപണമുണ്ട്. ഇന്നലെ രാത്രി പുഴപ്പാലത്തിന്റെ അവിടുന്ന് തട്ടുകടയിൽ 10 മുട്ട ബജി മേടിച്ചു. അതിലെ ഒരെണ്ണത്തിൽ ഞങ്ങളൊരു പുഴുവിനെ കണ്ടു. അപ്പോൾ അത് കടക്കാരെടുത്ത് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ ഭാഗത്താണ് തെറ്റ്, നിങ്ങളെ എങ്ങനെ എണ്ണയിലിട്ട സാധനത്തിൽ എങ്ങനെ പുഴു വരിക, അപ്പോൾ നമ്മളാണ് തെറ്റുകാർ, നമ്മളെടുത്ത് അവർ ചൂടായി സംസാരിക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവർ അങ്ങനെ ഒരു മോശമായിട്ടുള്ളൊരു പ്രതികരണമാണ് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയത്. വളരെയധികം മോശമായി. എന്തായാലും ആരെടുത്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അങ്ങനെ ഒരു സാധനം വരികയാണെങ്കിൽ നമ്മൾ കുട്ടികൾ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ ചെയ്തത് വളരെയധികം തെറ്റാണ്. എപ്പോഴായിരുന്നു ഇത് കണ്ടത് സംഭവം? അത് ഇന്നലെ 9 മണി 9:15 ഉള്ളിലാണ് ഞാൻ വീട്ടിലെത്തിയത്. 9 മണിക്ക് ഇവിടുന്ന് മേടിച്ച് പോയി. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ 10 എണ്ണം മേടിച്ചു. അതിൽ പകുതി കഴിച്ചു, മക്കൾക്കൊക്കെ കൊടുത്തു. ബാക്കിയുള്ള ഒരെണ്ണം വൈഫ് പൊളിച്ചപ്പോഴാണ് ഈ സാധനം കണ്ടത്. അപ്പോഴാണ് ഞങ്ങൾ അപ്പം തന്നെ വീഡിയോ ഇട്ടിട്ട് അയച്ചത്. അങ്ങനെയാണുള്ളത്.
പരാതി എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടില്ല. നമ്മൾ അപ്പം അങ്ങനെ വിളിച്ചു പറഞ്ഞു. പിന്നെ വേറെ പരാതികളൊന്നും കൊടുത്തിട്ടില്ല. പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പരാതി നമ്മളിപ്പോൾ അവരെ നമ്മൾ ഉപയോഗിക്കാൻ താല്പര്യമില്ല. പക്ഷേ നമ്മളെല്ലാവരും നമ്മളൊരാളല്ല, പല ആൾക്കാർ എത്രയോ ഇതായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാനോ ദ്രോഹിക്കാനോ നമുക്ക് താല്പര്യമില്ല. അപ്പോൾ അവർ പറയുമ്പോൾ പക്ഷെ അവർ അംഗീകരിക്കുന്നില്ല. അതാണ് നമുക്ക് ഇന്നലെ ഭയങ്കര വിഷമമായി. നമ്മൾ തിരിച്ചു വന്ന് സംസാരിച്ചവരെടുത്ത് നമ്മുടെ സുഹൃത്തുക്കൾ സംസാരിച്ചപ്പോൾ വളരെ മോശമായ ഒരു പ്രതികരണമാണ് അവരിൽ നിന്ന് കിട്ടിയത്. പറവട്ടാനി പോൾവാലയിൽ താമസിക്കുന്ന ഓടയിൽ ചന്ദ്രൻ ഭാര്യ സുകുമാരി നിര്യാതയായി. 75 വയസ്സായിരുന്നു. ആളൂർ SNV ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയാണ്. സംസ്കാരം നടന്നു. സുജിത് ചന്ദർ, മരുമക്കൾ മനോജ് കുമാർ, സിനി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മന്ത്രി കെ രാജൻ ആദരിച്ചു. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം വെള്ളാനിക്കര കാർഷിക സർവകലാശാല സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പഞ്ചായത്ത് റിഹാബിലിറ്റേഷൻ സെന്ററിന് ലഭിച്ച വാഹനത്തിന്റെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്ത പാണഞ്ചേരി പഞ്ചായത്തിനെതിരെ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി എടപ്പലം PHCക്ക് മുൻപിൽ ധർണ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.